ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ടെൻറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ഗിയർ. എനിക്ക് നീല ഭയങ്കര വീക്ക്നെസ്സാണ്, അതുകൊണ്ട് എൻ്റെ എല്ലാ ഗിയറും നീലയാണ്. ഓക്കെ, ഇതാണ് ആദ്യം നമുക്ക് ടെൻ്റ് അടിക്കാൻ വേണ്ടത്. നല്ലൊരു ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ കിടക്കുന്ന കല്ലുകളും സംഭവങ്ങളെല്ലാം മാറ്റി ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ഞങ്ങളിതെല്ലാം ക്ലീൻ ചെയ്തു. ഇപ്പോൾ ഇവിടെ വേറെ ഒന്നുമില്ല, നല്ല പെർഫെക്റ്റ് പ്ലേസാണ് ഒരു ടെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്രൗണ്ട് ഷീറ്റ് ഇടണം. ഇത് നിർബന്ധമല്ല, ഇതിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ വല്ല കമ്പ് വല്ലതും നിൽപ്പുണ്ടെങ്കിൽ നമ്മൾ ടെൻറ്റിൻ്റെ അടിയിൽ കുത്തി കയറിയിട്ട് ടെൻറ്റ് കീറാൻ ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി എപ്പോഴും ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഷീറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ വൃത്തിയൊന്നും നിങ്ങൾ നോക്കണ്ട, ഒത്തിരി ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ്. തിരിച്ചിടാം. ഓക്കെ, ഈ ഷീറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ടെൻറ്റ് വയ്ക്കുന്നത്. ഷീറ്റ് വിരിച്ചു. ഇതൊക്കെ വെറുതെ വിരിച്ചാൽ നമുക്കിത് എപ്പോൾ ടെൻറ്റ് അടിച്ചതിന് ശേഷവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇതിൻ്റെ പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ക്യാമറമാൻ അടുത്തോട്ട് വരൂ. ഓക്കെ, ഇതാണ് ടെൻറ്റ്. 2% ടെൻറ്റാണ്. ഇതും ഡിക്കാത്ലോണിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ മറന്നുപോയി. 2000 രൂപയ്ക്ക് അടുത്താവും. പക്ഷേ ഓഫർ ഉണ്ടെങ്കിൽ 1000 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, രണ്ടു പേർക്ക് സുഖമായിട്ട് ഇതിനകത്ത് കിടക്കാം. മഴയും വെയിലും ഒന്നും കൊള്ളത്തില്ല, ഇച്ചിരി ചൂട് കിട്ടും. പിന്നെ ഇതിനകത്ത് വയ്ക്കുന്ന മെത്തയൊക്കെ ഉണ്ട്, അതൊന്ന് ചുമക്കാൻ മടിച്ചിട്ട് എടുത്തില്ല. പിന്നെ ഇങ്ങനെ ചെയ്യുക. നല്ലതുപോലെ മടക്കി തിരിച്ച് വെച്ചില്ലെങ്കിൽ പ്രശ്നം ഇതാണ്, എടുക്കാൻ പാടാണ്. എടുത്തു, മാറ്റി വയ്ക്കുക. ഇതാണ് ടെൻറ്റ്. നമ്മളിതിങ്ങനെ വിരിക്കുക ആദ്യം. ഇപ്പോൾ നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാം. ടെൻറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റാം. ആദ്യം ഇതിനെ അങ്ങ് വിരിക്കുക. ഇതുപോലെ അങ്ങ് വിരിച്ച് വെച്ചിട്ട് ഇത് 2 സെറ്റ് കാണും. ഇതിന് ഓരോന്നോരോന്നായിട്ട് ഈ ഒരു ഗ്യാപ്പിനകത്തേക്ക് ഇത് ഇങ്ങനെ ഇതിൻ്റെ എലാസ്റ്റിക് പൊട്ടിപ്പോയതാണ്, അങ്ങനെ കുഴപ്പമില്ല. ഇതിങ്ങനെ വയ്ക്കാം. ലാസ്റ്റ് വയ്ക്കരുത്. അതുപോലെ ഇത് ഏതിൻ്റെതാണ് പൊട്ടിപ്പോയതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മളിതിങ്ങനെ വെച്ച് നോക്കിയിട്ട് ലെങ്ത് കുറവുള്ളതിൽ ആഡ് ചെയ്താൽ മതി. ഇതിലാണ് കുറവുള്ളത്, അപ്പോൾ നമ്മളിതിലിങ്ങനെ ആഡ് ചെയ്താൽ മതി. അതൊന്നും വിഷയമുള്ള കാര്യമേ അല്ല. കണ്ടോ, ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ വയ്ക്കുക. ക്രോസ് ആയിട്ട് ആദ്യം വയ്ക്കുക. എളുപ്പമുള്ള വഴിയാണ് പറയുന്നത്. ഇതിങ്ങനെ ക്രോസ് ആയിട്ട് വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ ഒരു എൻഡിൽ ഇത് കൊളുത്തുണ്ട്, ആ കൊളുത്ത് വെറുതെ കയറ്റി വയ്ക്കുക. ഈ കുളത്തിലേക്ക്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഇതിങ്ങനെ വളച്ച് വയ്ക്കാം. പണ്ട് പട്ടം ഉണ്ടാക്കുന്നതൊക്കെ ഓർമ്മയില്ലേ? പട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓർമ്മ കിട്ടും. ഇങ്ങനെ കണ്ടില്ലേ, പട്ടത്തിൻ്റെ ഷേപ്പായില്ലേ? ഈ സൈഡും ഇതുപോലെ വളച്ച് ഇതിലിങ്ങനെ വയ്ക്കുക.
ഓക്കെ. എന്നിട്ട് ഈ 2 എൻഡും ഒരുപോലെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരിക. കണ്ടോ, ഇങ്ങനെ പൊങ്ങി ഇങ്ങനെയായി. അതിനുശേഷം ഇത് നടുക്കത്തുള്ളത് ആദ്യം നമ്മളിവിടെ ഹാങ് ചെയ്യുക, ഇങ്ങനെ ഹാങ് ചെയ്യുക. എന്നിട്ട് ഓരോന്നായിട്ടെടുത്ത് കൊളുത്ത് ഇതിലോട്ട് ഇട്ടാൽ മതി. വളരെ എളുപ്പമാണ്. 4 സൈഡിലും അങ്ങനെ ഓപ്ഷനുണ്ട്. ഇതൊരു കുറച്ചൊരു നല്ല ഷേപ്പ് കിട്ടുന്നതിന് വേണമെങ്കിൽ ഇത് മുകളിലത്തിലിടാം, എവിടെ വേണം നമുക്ക്. ഓക്കെ, ഇതിപ്പോൾ ഇത്രയായി. ഇതുണ്ടല്ലേ സിബ്, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് എൻഡ്. ഇത് ടെൻറ്റിൻ്റെ ഒരു ബേസ്. നമുക്കിത് നക്ഷത്രങ്ങളെയൊക്കെ കണ്ട് കിടക്കണമെന്നുണ്ടെങ്കിലോ അഥവാ വലിയ ചൂടാണെങ്കിലോ ഈ ഒരു ഷീറ്റ് ഇടേണ്ട കാര്യമില്ല. ഇതിൻ്റെ മുകളിലുള്ള കവറിങ് ആണ്. ഇതിട്ട് കഴിഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫാണ്. ഇതിട്ട് കഴിഞ്ഞാൽ മഴ നനയത്തില്ല, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇങ്ങനെ നിർത്തുമ്പോൾ ഈ കെച്ചുവന്ന് എഴുതിയിട്ടുള്ള ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്, അതായത് ഈ ഡോറിൻ്റെ അവിടെ വരുന്ന സൈഡാണ് ഇത്. അത് മാത്രം നമ്മൾ നോക്കുക. വിരിച്ചിടുക. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ജസ്റ്റ് കവറിങ്. തീർന്നില്ല, നമ്മൾ ഇതിൻ്റെ ഒരു എൻഡുകളുണ്ടല്ലോ, ഇതിൻ്റെ കുറച്ച് സെക്യൂർ നല്ല കാറ്റുള്ള സ്ഥലത്താണ് നമ്മൾ ടെൻ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ഈ കവറിൻ്റെ അകത്ത് ഓരോ കയർ ഇതിട്ടുണ്ട്. ഈ ഒരു സംഭവം നമ്മളിവിടെ ഇങ്ങനെ ഇതിലേക്ക് കെട്ടിയിടണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കെട്ടിയാൽ മതി. വലിയ കിടില ലൂപ്പുകളൊന്നും വേറെ സാധാ ഷൂലേസ് കിട്ടുന്ന പോലെ സിമ്പിൾ. ഇതിവിടെ ഇത് കെട്ടുണ്ട്, അകത്ത് കെട്ടുണ്ട്, അങ്ങനെ എല്ലാത്തിലും കെട്ടുക. ഞാനിപ്പോൾ എല്ലാം കെട്ടുന്നില്ല കാണിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു കൊളുത്തുണ്ട്. ആ കൊളുത്ത് ഈ ബേസിൽ ഈ റിങ്ങിലേക്ക് ഇടുക. ഒന്നിട്ടു. ലൂസായി കിടക്കുന്നത് നിങ്ങൾ നോക്കണ്ട, മറ്റേ സൈഡ് കൂടി ഇട്ട് വരുമ്പോഴേക്കും ടൈറ്റ് ആയിക്കോളും. ഇവിടുത്തെ റിങ്ങിൽ ഇട്ടു. കണ്ടോ, ഇപ്പം ടൈറ്റായി തുടങ്ങി. ഇവിടുത്തെ റിങ്ങിലിട്ടു. ഇപ്പം നല്ല ടൈറ്റായി. ടൈറ്റാക്കി ഇട്ടാൽ മതി. അതിനുശേഷം ഉണ്ടോ, ഇതുണ്ട് ഒരു എയർ പോക്കറ്റാണ്. ഇത് എയർ സർക്കുലേഷന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. ഇതിന് ശേഷം നമ്മൾ ഗ്രൗണ്ടിൽ തന്നെ അങ്ങ് ഫിക്സ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി കുറച്ച് ടൂൾസ് തന്നിട്ടുണ്ട്. അതായത് ഇത് നമ്മൾ ഈ ഒരു ആംഗിളിൽ എവിടെയെങ്കിലും അടിക്കുക. ഇങ്ങനെ അടിക്കുകയോ, ചെളിയാണെങ്കിൽ താന്ന് വയ്ക്കുള്ളൂ, ഇങ്ങനെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് നമ്മളിതിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പോരാന്നുണ്ടെങ്കിൽ ഇത് നീട്ടി വയ്ക്കാം. ഒക്കെ നമ്മുടെ ഇഷ്ടം. ഉണ്ടോ, ഇതിപ്പോഴേ ടൈറ്റായി. ഉണ്ടോ, ഇത് ടൈറ്റായി. ഇത് ഞാൻ ഇപ്പം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെക്കണ്ട. ഒരു സൈഡ് ഒരബദ്ധം പറ്റിപ്പോയി. നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്ലോയിലങ്ങ് പോയതാണ്. ഞാനിപ്പോൾ ടെൻറ്റ് സെറ്റ് അതിലേക്കാണ് നമുക്ക് വെക്കേണ്ടത്. ഗ്രൗണ്ട് ഷീറ്റിൻ്റെ മുകളിൽ വെക്കേണ്ടത്. അതിന് എളുപ്പത്തിന് എവിടെ വെച്ചോണം സെറ്റ് ചെയ്തിട്ട് ഇതിനെ പൊക്കിയെടുത്തുകൊണ്ട് പോവാം. ഇഷ്ടമുള്ള സ്ഥലത്താണ് കൊണ്ട് വയ്ക്കാം. ഇഷ്ടമുള്ള സ്ഥലത്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ സെക്യൂർ ചെയ്യണം. ടൈറ്റ് ചെയ്യാം.
ടൈറ്റായി, ഇവിടെയും ടൈറ്റായി. ഇതിപ്പോൾ എങ്ങനെ പോയാലും ഇത് ഇളകി വരത്തില്ല. ഇനി തുറക്കുന്നത് ഇവിടെ, ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ തുറന്നിങ്ങനെ മടക്കി വയ്ക്കാം. നമുക്കിത് അടഞ്ഞു വരണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം എടുത്തിട്ട് ഈ എലാസ്റ്റിക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങ് ഇരുന്നോളും. എപ്പോഴും അടഞ്ഞു പോകില്ല. ഇതിനെ ഇങ്ങനെ ചുരുട്ടി ഇവിടെ ഇങ്ങനെ എടുത്ത് കണ്ടോ ഇതിരുന്നു. എന്നിട്ട് ഇവിടെ ഒരു സിബുണ്ട്, കൊതുകൊന്നും കയറില്ല. തുറക്കുന്നു, ഇതുവഴി ഇങ്ങനെ ചുരുട്ടി ഇവിടെ ഒരു സാധനമുണ്ട്. ഈ ഒരു എലാസ്റ്റിക് ഇങ്ങനെ എടുത്ത് നേരത്തെ ഇട്ട ഇതും ഇങ്ങനെ തുറന്നിരിക്കും. ഉണ്ടോ, ഇതാണ് ഇതിനകത്ത്. എന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. സ്ലിപ്പിംഗ് ബാഗൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ കുറച്ച് സുഖമായിട്ട് കിടക്കാനായിട്ട് ഇങ്ങനെ ഒരു മാറ്റ് വയ്ക്കുക. യോഗ മാറ്റ് ആയാലും മതി. ഇതും ഡിക്കാത്ലോണിയതാണ്. ഇതങ്ങോട്ട് വിരിക്കുക. എൻ്റെ ക്യാമറാമാൻ ഡെമോ കാണിക്കുന്നതായിരിക്കും. ക്യാമറാമാൻ കയറിക്കോളൂ. യെസ്, സിമ്പിൾ. ബാഗൊക്കെ വെക്കാൻ വേണമെങ്കിൽ ബാഗ് എടുത്ത് തന്നാൽ ബാഗ് വെക്കാം. അതെ, ബാഗ് കൊടുക്കാം, ബാഗ് വയ്ക്കാം. ഇവിടെ പൗച്ചുണ്ട്, ഇതിനകത്ത് മൊബൈലും ചാർജറൊക്കെ വെക്കാം. ഒരു കുഴപ്പമില്ല, അടിപൊളി. ഇതാണ് നമ്മുടെ ടെൻറ്റ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ്.